ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം എവിടെയെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയെങ്കിൽ ഈ ഒരു സ്ഥലം എവിടെയെന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കും. നിങ്ങൾക്ക് അറിയുന്ന ആൾ എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടേക്ക് എത്തിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തോളം ആയിട്ടുണ്ട്. മനസ്സൊന്ന് നല്ല കൂളാക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കടപ്പുറം ഭാഗത്തോട്ട് ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഉള്ള ഈ ഒരു സ്ഥലത്ത് നമുക്ക് നല്ല ഫിഷിങ്ങിനെല്ലാം പറ്റിയിട്ടുള്ള നല്ല സ്പോട്ടാണ്. നല്ല നല്ല മീനും കാര്യങ്ങളെല്ലാം കിട്ടും. അതായത് അയക്കുറ കിട്ടും, മാഞ്ചി കിട്ടും, ഒരുപാട് മീനുകൾ കിട്ടും. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ടുള്ള സ്ഥലം ഇവിടുത്തെ ഒരു പള്ളീൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ആ ഒരു മുകളിലോട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു മക്ബറെല്ലാം കാണുന്നു. അങ്ങോട്ട് ഞാൻ അവിടെ ഖബർസ്ഥാൻ ഉണ്ടതിനെ കൊണ്ട് ഞാൻ അവിടെ തിരിച്ചിട്ട് നേരെ ഇറങ്ങി. ഞാൻ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കുക. ഞാൻ ഖബർസ്ഥാനിൻ്റെ ഒന്നും വീഡിയോ എടുക്കല്ല. ജസ്റ്റ് നമുക്കൊന്ന് ഇട്ടൊരു റൗണ്ടിങ് ആയിട്ടുള്ളൊരു വീഡിയോ നോക്കാം. ഒരു ഫ്രം ഹിയർ ഒരു ഓവറോൾ വ്യൂ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ സ്ഥലം അങ്ങോട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ക്ലാരിറ്റിൻ്റെ കാര്യമെല്ലാം പോയിന്. ഇതല്ലേ ഫസ്റ്റ് വാങ്ങിയിട്ടാകുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയിട്ട് അങ്ങ് എത്തിന്. എന്ത് കഥ എന്നറിയില്ല. ഉണ്ടോ? അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടത് 4K വെക്കും. അപ്പോൾ ഞാൻ വന്നൊരു വഴി ഇതാണിതാ. നമുക്ക് നല്ല ഒരു ഈവനിങ്ങിൻ്റെ ഒരു 4 മണീൻ്റെ സമയത്തെല്ലാം വന്നെങ്കിലുണ്ടല്ലോ നല്ല പോലെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണ്. അത് കൂടുതലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനില്ലേ, വീടല്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. അപ്പോൾ അതിന് നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തോട്ട് പോയാൽ മതി. അങ്ങോട്ടേക്ക് ഞാൻ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട്. ഓക്കെ, കുറച്ച് ആൾക്കാരെല്ലാം വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ ഞാൻ വന്ന പയ്യ ആ ഒരു വയലോടിക്ക് വന്നിനിങ്ങനെ. അപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ഈ ഒരു ലൊക്കേഷൻ എവിടെ എന്നുള്ള കാര്യം. ഞാൻ പറയുന്നില്ല അവിടെ നല്ല വെയിലുണ്ടെന്നെ കൊണ്ട് ഞാൻ എന്താക്കി ഒരു കുടയെല്ലാം എടുത്തിട്ട് തന്നെ വന്നത്. മയക്കുമില്ല, ഒരു ഇതുമില്ലാണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാമറ എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ഇപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഈ ശബ്ദം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ ശബ്ദങ്ങളും പിന്നെ കടലിൻ്റെ തിരമാലകൾ അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് അറിയില്ല, കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ലൊരു പിന്നെ ഇവിടെ എന്ത് വേണമെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റി ഐറ്റംസെല്ലാം കിട്ടും ഇവിടെ. അതായത് കല്ലുമ്മക്കായി അങ്ങനെയൊക്കെ കിട്ടുന്നതാണ് എന്നോട് വേറെ പറഞ്ഞത്. ഇതിൻ്റെ ക്ലാരിറ്റിൻ്റെ കാര്യത്തിൽ ഗൈസ് ഒന്നും പറയാനില്ല. ഭയങ്കരമായിട്ട് ക്ലാരിറ്റിൻ്റെ കുറഞ്ഞുകൊണ്ട് തന്നെ പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നെ മൈക്കും പോയി. ഏതായാലും നമുക്കൊന്നെങ്കിൽ DJൻ്റെ പിന്നെ റോഡിൻ്റെ ആയിട്ട് മൈക്ക് എടുക്കണം. കാലിക്കറ്റ് പോകണം എന്തായാലും. പിന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ശരിയായ സ്പോട്ട് ആടെയാണ്. അതിൻ്റെ മുകളിൽ പാറയിലെല്ലാം കയറിയിട്ട് നിങ്ങൾക്ക് ഇരുന്നിട്ട് നല്ല പോലെ ചാടി കളിക്കാൻ പറ്റും. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എൻ്റെ വണ്ടി ഞാൻ അങ്ങോട്ടൊന്നും വെച്ചിട്ടില്ല. ഫിഷിങ്ങിനെല്ലാം പറ്റിയ നല്ല സ്പോട്ടാണ്. ഒരു സ്റ്റിക്കെല്ലാം എടുത്തിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത്ര മീനെല്ലാം മണം പിടിച്ചിട്ട് പോകും. അയക്കുറ, മാഞ്ചി ഇതെല്ലാം തെങ്ങിന് ഈ കുള്ളൻ തെങ്ങായിട്ടുണ്ടാവും. ഉണ്ടോ? ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ട് നമുക്കൊന്ന് അതിൻ്റെ മജ ആണെങ്കിൽ ഒരു 4 മണി കഴിഞ്ഞിട്ട് ഒരു 5 മണീൻ്റെ ആ ഒരു സമയത്തെല്ലാം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ വെയിലത്തൊന്നും വരാൻ നിൽക്കണ്ട വെറുതെ ഇങ്ങനെ. ഞാനിപ്പോൾ കുട പിടിച്ചിട്ട് നടക്കുന്നത്. തട്ടുകട ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്നിട്ട് നല്ല
കുറേ ആൾക്കാർ വരുന്നുണ്ടോ, ടൂറിസ്റ്റ് വരുന്നുണ്ടോ, ടൂറിസ്റ്റ് വിസിറ്റിംഗ്. ഇവിടെ നമുക്കിതാ ഇരുന്നിട്ട് എല്ലാം മഴ കഴിയും, കാറ്റെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട്. ഇത് ജ്യൂസ് എന്തെല്ലാം ഉണ്ട്, സംഗതി ഉണ്ടല്ലോ. എന്താ ലസ്സി ഉണ്ട്. എല്ലായിടെ ഇരുന്നിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ നമുക്കിവിടെ ഇരിക്കാം. പിന്നെ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം ഉണ്ടാകുന്ന തോന്നുന്നു നമുക്ക് നടക്കുന്നു. ലൈറ്റിങ്സ് എല്ലാം കാണുന്നു അല്ലേ? എന്ത് ആടെന്ത് രാത്രി ഈടെ രാത്രി എന്ത് പരിപാടി? ഈടെ എന്തുണ്ടാകുന്ന പരിപാടി രാത്രി? പാട്ടുണ്ടാവും, ഡാൻസ് എല്ലാം ഉണ്ടാവും. ഇല്ല പാട്ട് എത്ര മണിക്കല്ല ഓപ്പൺ ആണ്? 5 മണിയാണോ? ഇല്ലല്ല പോട്ടെ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നാളെ. ഞാൻ ക്യാമറ കൊണ്ടുവന്നില്ല, ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കാം. ഇതെല്ലാം ഓപ്പൺ ആവുക കുറച്ച് കഴിയുമ്പോഴേക്ക്. ഏകദേശം നമുക്കൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആയിപ്പോൾ എന്തായാലും. ഇവിടത്തേക്ക് വരുന്നില്ല, ഒരു 2-3 വഴിയായിട്ട് നമുക്ക് വരാൻ കഴിയും. ഞാൻ വന്നൊരു വഴി വേറെ, അങ്ങ് ആ ഒരു പള്ളീൻ്റെ ആ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് നമുക്ക് കയറി വരാൻ കഴിയും. ഇത് ഐസ്ക്രീം സ്റ്റാളെല്ലാം ഉണ്ടല്ലോ ഇവിടെ, കണ്ടോ? പിള്ളേർക്കെല്ലാം കളിക്കാൻ പറ്റിയ സ്ഥലം. വണ്ടിയെല്ലാം കണ്ടില്ല, ഇവിടെ എല്ലാം കയറി കളിക്കാം. ഞാൻ പറഞ്ഞ ആ ഒരു സ്പോട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്പോട്ടാണ്. കണ്ടോ? ഈടെ ഒരു പാറ ഉണ്ട്, നമുക്ക് ഈടെല്ലാം കയറിയിട്ട് ഫോട്ടോഷൂട്ടെല്ലാം ചെയ്യാം. പിന്നെ ഒന്നുള്ളത് ഞാൻ നേരെ ഇറങ്ങി ഞാൻ കാണിക്കും. ഇപ്പോൾ ഞാൻ വണ്ടിയും വെച്ചിട്ടുണ്ട്, ഇടഞ്ഞ് കാണിച്ചു. ഇതൊരു മത്സ്യത്തൊഴിലാളികളെ ഷെഡ്. പിന്നെ നമുക്ക് തയ്യിൽ ഇങ്ങനെ പോയി കഴിഞ്ഞെങ്കിലേ ഇവിടെല്ലാം കുറച്ച് സമയം നിൽക്കാം, കുറച്ച് കാറ്റെല്ലാം കൊണ്ട് ഒന്ന് റിലീഫായിട്ട് ഇങ്ങനെ. ഇതിൻ്റെ ഇടയിൽ ഓടിയിട്ട് പോയാൽ മതി. എന്താ ഇത് കക്ക വാരിയില്ല, കക്ക ഉണ്ടല്ലോ, കക്ക എന്ന് പറയുന്നത് തന്നെ. കക്ക വാരിയിട്ടാ കൂട്ടിയിട്ടുണ്ട് കക്ക. എന്താ ഇതെല്ലാം ഈ കടലിൽ നിന്ന് പാരുന്ന സംഭവമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കാം, പക്ഷെങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു ലൊക്കേഷനില്ല. നമുക്ക് നല്ലൊരു എന്തെന്ന് പറഞ്ഞ ഒരു ആവശ്യത്തിനാകുമ്പോൾ ഒന്നും പറയാനും കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. നല്ലൊരു വിസിബിലിറ്റിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്, അങ്ങനെ അറിയാം. ഇപ്പം ഈ ഒരു തോണിയിലുണ്ടല്ലോ, മീനിനെ പോകുന്ന തോണിയാണ്. ഇന്നിപ്പോൾ പന്താക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഉണ്ടോ?
മറക്കാണ്ട് നിങ്ങൾ സ്ഥലം ഇത് എവിടെയെന്ന് പറയണമല്ലോ, കമൻറ്റിൽ ഒന്ന് അറിയിക്കാവാ. അപ്പോൾ ഇത്ര നമ്മൾ ഇന്നത്തെ ഈ ചെറിയൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചെന്നുള്ളൂ ഞാൻ.